ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എവർ യു സീരീസിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്പെഷ്യൽ എപ്പിസോഡ് റിലീസായിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്നത് ജോഹാൻ്റെയും നോർത്തിൻ്റെയും സ്റ്റോറിയാണ്. നിങ്ങളെല്ലാവരും അവരുടെ സ്റ്റോറി മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് 2 എപ്പിസോഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രാവിലെ ജോഹാനാണെങ്കിൽ പോകാനൊക്കെ ആയിട്ട് റെഡി ആവുന്നുണ്ട്. ആ സമയം നോർത്ത് ഇതുവരെയായിട്ട് ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജോഹാൻ വന്നിട്ട് നോർത്തിനോട് ഞാൻ പോവാണ്, നിനക്കിന്ന് ക്ലാസ്സിലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇല്ല ക്ലാസ്സില്ല, നീ സേഫായിട്ട് പോയിട്ട് വരാനായിട്ട് നോർത്ത് ഉറക്കത്തിൽ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോഹാൻ പോയി കഴിയുന്നതും കുറച്ച് കഴിഞ്ഞ് നോർത്ത് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഡൈനിങ് ടേബിളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് അതുപോലെ ഇരിക്കുന്നുണ്ട്. ജോഹാൻ ജസ്റ്റ് കോഫി മാത്രമാണ് കുടിച്ചത്. അതുകൊണ്ട് തന്നെ നോർത്ത് അപ്പം തന്നെ ജോഹാന് മെസ്സേജ് ഇട്ടിട്ട് നീ എന്താ ഫുഡ് കഴിക്കാത്ത, എന്തിനാ ജസ്റ്റ് കോഫി മാത്രം കുടിച്ചിട്ട് പോയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം റൂമൊക്കെ റെഡിയാക്കി ഇടുന്നുണ്ട്. അതിനുശേഷം ആരും വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഡാൻസ് കളിച്ച് പാട്ട് പാടി സകല കുരുത്തക്കേടും കാണിച്ചുകൊണ്ട് അവൻ വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം തുണിയൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. തുണി വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാട്ടബിൻ്റെ അകത്ത് വെള്ളം നിറച്ച് അതിൻ്റെ അകത്തിരുന്നാണ് അവൻ തുണി വാഷ് ചെയ്യുന്നത്. അതിനുശേഷം ഡ്രസ്സൊക്കെ അവൻ അടുക്കി വെക്കുന്നുണ്ട്. ആ സമയമെല്ലാം അവൻ ജോഹാന് മെസ്സേജ് അയച്ചതിന് ജോഹാൻ എന്തെങ്കിലും റിപ്ലൈ ഇട്ടോ എന്നൊക്കെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നീട് നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ അവൻ റെഡിയാക്കുന്നുണ്ട്. അത് റെഡിയായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ജോഹാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ റിപ്ലൈ ചെയ്തിട്ട് സോറി, എനിക്കിന്ന് വർക്ക് കുറേ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരാനായിട്ട് ലേറ്റ് ആവും, നീ ഫുഡ് കഴിച്ചിട്ട് കിടന്നോളാൻ പറയുന്നുണ്ട്. ആ സമയം നോർത്തിന് ചെറിയ സങ്കടമാവുന്നുണ്ട്. എന്നാലും അവനത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നീട് ജോഹാനാണെങ്കിൽ ഒത്തിരി ലേറ്റായിട്ടാണ് തിരിച്ചു വരുന്നത്. ആ സമയം നോക്കുമ്പോൾ നോർത്ത് അവനെ വെയിറ്റ് ചെയ്ത് അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നോർത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോഹാൻ വന്നിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ നോർത്ത് എനിക്ക് നീ അടുത്തില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോഴും ഉറക്കത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ജോഹാൻ അവനെ എടുത്തുകൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആയാൽ പോലും നോർത്ത് നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. ജോഹാൻ അന്ന് 10 മണിക്കായിരുന്നു ക്ലാസ്. അങ്ങനെ നോർത്ത് ജോഹാനെ കഴിക്കാനായിട്ട് ഫുഡൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ജോഹാൻ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. നോർത്ത് അപ്പോൾ 10 മണിക്കല്ലേ ക്ലാസ് എന്ന് ചോദിക്കുമ്പോൾ അല്ല, അത് പിന്നെ എനിക്ക് മാറിപ്പോയതായിരുന്നു, എനിക്കിപ്പോൾ ഹിറ്റിൽ മെസ്സേജ് അയച്ചിട്ട് ക്ലാസ് ഇപ്പോൾ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ, നീ ഫുഡ് കഴിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് ജോഹാൻ അവൻ്റെ കോഫി മാത്രം എടുത്തുകൊണ്ട് പോവാണ്. ആ സമയം നോർത്തിന് ശരിക്കും സങ്കടമാവുന്നുണ്ട്. കാരണം അവൻ ഉണ്ടാക്കി വെച്ച ഫുഡ് ജോഹാൻ കഴിക്കാത്തതുകൊണ്ട്. അങ്ങനെ അന്ന് നൈറ്റ് ആകുമ്പോഴായാൽ പോലും നോർത്ത് ജോഹാന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ അന്നും ജോഹാൻ വരുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട്. അന്നും ജോഹാനാണെങ്കിൽ നോർത്ത് ഉണ്ടാക്കി വെച്ച ഫുഡൊന്നും കഴിക്കുന്നില്ല. പിന്നീട് നൈറ്റ് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ നോർത്ത് ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് ജോഹാൻ ഉണ്ടായിരുന്നില്ല. അവനങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ജോഹാനാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നോർത്ത് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് നീ എന്താ ഉറങ്ങാൻ വരാത്തേ എന്ന് ചോദിക്കുമ്പോൾ ജോഹാനാണെങ്കിൽ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, നിന്നോട് ഞാൻ ഉറങ്ങിക്കോളാനായിട്ട് പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് നീ എന്താ ഉറങ്ങാൻ വരാത്തത്, നിനക്ക് റെസ്റ്റ് എടുക്കണ്ടേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ അത് പിന്നെ വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നോർത്താണെങ്കിൽ നീ എന്തിനാ ഇത്രയും വർക്ക് ചെയ്യുന്നത്, നിനക്ക് വല്ല കടം വല്ല അടച്ചു തീർക്കാനുണ്ടോ, നമ്മൾ വല്ല കടത്തിലും പെട്ട് കിടക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ തമാശയ്ക്ക് അതെ നമുക്ക് കടം ഉണ്ടെന്ന് പറയാണ്. എന്നാൽ അത് വിശ്വസിച്ചിട്ട് നോർത്താണെങ്കിൽ എത്ര രൂപയുടെ കടമാണ് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ 1 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയാണ്. ആ സമയം നോർത്ത് അത് ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അവനങ്ങനെ അയ്യോ ഇനിയിപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കിഡ്നി വിറ്റാലോ, പക്ഷേ ഒരു കിഡ്നി വിറ്റ് കഴിഞ്ഞാൽ 40 ലക്ഷം രൂപയെ കിട്ടുള്ളൂ, 2 കിഡ്നി വിറ്റ് കഴിഞ്ഞാൽ 80 ലക്ഷം, പക്ഷേ എത്ര നോക്കിയാലും 1 കോടി കിട്ടൂലല്ലോ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ വീടൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിനെടുക്കാം, എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം, ഞാൻ ഏതെങ്കിലും ജോലിക്ക് പോയിട്ട് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കടമൊക്കെ അടച്ച് തീർക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ജോഹാനാണെങ്കിൽ നോർത്ത് ഇത്രയും സീരിയസ് ആയിട്ട് ഇത് പറയുന്ന കേൾക്കുമ്പോൾ ഇത് ശരിക്കും ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നീ അപ്പോൾ എന്നെ ഇങ്ങനെ പൊന്നുപോലെ നോക്കുമോ, നീ എന്ത് ജോലി ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്തെങ്കിലും സാധാരണ ജോലി, ദിവസം ഒരു 15,000 രൂപ വരെ ശമ്പളം കിട്ടുന്ന ജോലിയെല്ലാം കണ്ടുപിടിക്കാം, എന്നിട്ട് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ തന്നെ വിചാരിച്ച് പോകുന്നുണ്ട് ഞാനീ പറഞ്ഞ കാര്യമൊക്കെ ഇവ അത്ര പെട്ടെന്ന് വിശ്വസിച്ചോ എന്നൊക്കെ. അതിനുശേഷം ജോഹാനാണെങ്കിൽ ശരി ശരി ഇനി വന്ന് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറയുമ്പോൾ നോർത്താണെങ്കിൽ ഞാൻ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് വന്നിരുന്ന് വർക്കൊന്നും ചെയ്തേക്കരുത്, മര്യാദ കിടന്നുറങ്ങിക്കോണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനും ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ അവർ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം നോർത്ത് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ജോഹാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ജോഹാനാണെങ്കിൽ നോർത്തിന് വേണ്ടിയിട്ട് അവിടെ സൈഡിലൊരു പേപ്പറിൽ ഞാൻ ഇന്ന് വരാനായിട്ട് ലേറ്റ് ആവുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് ആകുമ്പോഴത്തേക്കും ജോഹാൻ വരുമ്പോൾ നോർത്തിനെ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ നോർത്താണെങ്കിൽ അവനെ തൊടാൻ പോലും സമ്മതിക്കാതെ നീങ്ങിയിരിക്കുന്നുണ്ട്. ആ സമയം ജോഹാന് മനസ്സിലാവുന്നുണ്ട് നോർത്ത് അവൻ്റെ ദേഷ്യത്തിലാണെന്ന്. അങ്ങനെ ജോഹാനാണെങ്കിൽ എന്ത് പറ്റിയ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നോർത്തൊന്നും മിണ്ടാതെ കഴിക്കാനായിട്ട് ജോഹാനുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ട് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ എന്താ പ്രശ്നം
എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നോർത്തൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ജോഹാൻ ആ ഫുഡ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. കഴിച്ചു കഴിയുന്നതും നോർത്ത് ആ പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ട് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ജോഹാൻ അവനെ ഹഗ് ചെയ്തിട്ട് നോർത്ത് ബേബി എന്താ പറ്റി, ഐ എം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നോർത്ത് ഒരു മൈൻഡും ഇല്ലാതെ അങ്ങ് റൂമിലേക്ക് ചെന്ന് ബെഡിൽ ഇരിക്കുവാണ്. ആ സമയം ജോഹാൻ വന്നിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഐ എം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് എന്നും ഫുഡ് ഉണ്ടാക്കി വയ്ക്കും, എന്നാൽ നീ ആണെങ്കിൽ ഒരു ദിവസം പോലും ഫുഡ് കഴിക്കത്തില്ല, നീ ഫുൾ ടൈം കോഫി മാത്രമേ കുടിക്കുന്നുള്ളൂ, ഫുൾ ടൈം വർക്കിങ്ങുമാണ്. നിൻ്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്വയം ഒന്ന് കെയർ ചെയ്യണമെന്ന്, നിനക്ക് നിന്നെക്കുറിച്ച് കെയർ ചെയ്ത് ഇത്ര കുഴപ്പം എന്താണ്, നിനക്ക് നിൻ്റെ ആരോഗ്യത്തിനൊന്ന് ശ്രദ്ധിക്കണ്ടേ, എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്താൽ മാത്രം മതിയോ, ഇത്രയും വർക്ക് ചെയ്തിട്ട് ഇപ്പം നീ എന്താ ചെയ്യാൻ പോകുന്നത്, നിനക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ഫുഡ് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ നിന്നെ ഓക്കെ ആക്കി ഇരുത്താനും നിന്നെക്കൊണ്ട് ഒത്തിരി വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ ജോഹാൻ പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ അതൊന്നും വേണ്ട, നീ അത്രയ്ക്കൊന്നും ചെയ്യണ്ട, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നീ സ്വയം കെയർ ചെയ്യണം, ഞാൻ എല്ലാ ദിവസവും രാത്രി നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യും, എന്നാൽ നീയാണെങ്കിൽ ഫുൾ ടൈം വർക്കെന്ന് പറഞ്ഞിട്ട് നീ ഒരു റെസ്റ്റും എടുക്കാതെ നീ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യത്തില്ല, അതിനൊക്കെ അറ്റ്ലീസ്റ്റ് അതെങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ ഐ എം സോറി എന്നൊക്കെ തന്നെ ഇരുന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് നോർത്തിൻ്റെ മനസ്സലിഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ നോർത്താണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ചിന്തയൊക്കെ മാറ്റിയിട്ട് ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ല, അത്ര എളുപ്പത്തിൽ ക്ഷമിച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് നോർത്ത് കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങാണ്. ആ സമയം ജോഹാൻ കൂടെ കിടക്കാൻ വരുന്നുണ്ട്. എന്നാൽ നോർത്താണെങ്കിൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. ജോഹാൻ പോയി കഴിയുമ്പോൾ നോർത്ത് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം ജോഹാനോട് ശരിക്കും ദേഷ്യമില്ലെങ്കിലും ഇപ്പം ദേഷ്യത്തിൽ ഇരുന്നാലേ പിന്നീട് ജോഹാനാണെങ്കിൽ അവനെ സ്വയം കെയർ ചെയ്ത് സമയത്തിന് ഫുഡൊക്കെ കഴിക്കത്തുള്ളൂ. അങ്ങനെ പിന്നീട് കുളിച്ചിട്ട് ജോഹാൻ വന്നിട്ട് നോർത്തിൻ്റെ അടുത്ത് കിടന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ എനിക്കിപ്പോഴും നിൻ്റെ അടുത്ത് ദേഷ്യമാണ്, എന്നെ തൊടാതെ കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ എനിക്ക് നിന്നെ ഹഗ് ചെയ്തില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നോർത്ത് ഞാൻ നിൻ്റെ അടുത്ത് ആ കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, ആ സമയം നീയാണെങ്കിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി ഉടനെ വർക്ക് ചെയ്യത്തില്ലേ, എന്നോട് ഇവിടെ കിടക്കത്തൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ നീങ്ങി കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ വീണ്ടും അവനെ ഹഗ് ചെയ്യാൻ വരുന്നുണ്ട്. എന്നാൽ നോർത്ത് എന്നെ എങ്ങാനും തൊട്ടാ ഞാൻ സോഫയിൽ പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ജോഹാനാണെങ്കിൽ നോർത്തിനെ ഹഗ് ചെയ്യാനൊന്നും പോകുന്നില്ല, കുറച്ച് നീങ്ങി കിടന്നിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നോർത്ത് ഉറക്കം എഴുന്നേറ്റ് ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് സോഫയിൽ. ആ സമയം ജോഹാൻ വന്നിട്ട് രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് അവനെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നോർത്ത് എനിക്കിപ്പോഴും നിൻ്റെ അടുത്ത് ദേഷ്യം തന്നെയാണ്, നീങ്ങിയിരിക്കാതുകൊണ്ട് പിന്നെ ഫുഡ് ഞാൻ അവിടെ ടേബിളിലെടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ എടുത്ത് കളയാൻ പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നോർത്താണെങ്കിൽ ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ചല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കഴിച്ചാൽ മതി എന്നാണ്, ഇല്ലെങ്കിൽ ജോലിക്ക് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജോഹാനാണെങ്കിൽ എനിക്കൊരു കിസ് തരത്തില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നോർത്ത് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോഹാൻ വിഷമിച്ച് എഴുന്നേറ്റ് പോവാണ്. അതിനുശേഷം ജോലിക്ക് പോകാനായിട്ട് അവൻ റെഡിയായിട്ട് വന്ന ശേഷം നോർത്തിന് ഒരു കിസ്സും കൊടുത്തിട്ട് പെട്ടെന്നങ്ങ് പോയി കളയുവാണ്. അങ്ങനെ അവനാണെങ്കിൽ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ട്രാഫിക് സിഗ്നലിൽ പെട്ടു പോകുന്നുണ്ട്. ആ സമയം ജോഹാൻ മനസ്സിൽ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ സിഗ്നൽ കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് പോകാതെ നേരെ വണ്ടി വളച്ച് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്താറാവുന്നതും ജോഹാൻ അവൻ്റെ അച്ഛനെ കോൾ ചെയ്തിട്ട് അമ്മയുമായിട്ട് വഴക്കിടുമ്പോൾ എങ്ങനെയാണ് ആ വഴക്ക് മാറ്റി അമ്മേനെ സമാധാനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അച്ഛന് നോർത്ത് ഇവനും തമ്മിൽ അടിയായി എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നോർത്തിനെ വിളിച്ചുകൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ. ആ സമയം ജോഹാൻ അവർ ഷോപ്പിങ്ങിന് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടങ്ങ് പോകണം, എന്നിട്ട് ഷോപ്പിംഗ് മോളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്ത് സാധനമാണോ നോക്കുന്നത് അതങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവന് സന്തോഷമായിക്കോളും, അവൻ എന്ത് നോക്കുന്നോ അതൊക്കെ നീ അങ്ങ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ടിട്ട് ജോഹാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരാണ്. ആ സമയം നോർത്താണെങ്കിൽ ചിരിച്ച് കളിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ജോഹാനെ കാണുമ്പോൾ പെട്ടെന്ന് ടി വിയൊക്കെ ഓഫ് ചെയ്തിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നുണ്ട്. ജോഹാൻ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ടിട്ട് ടെൻഷനായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതിയിട്ട് നോർത്ത് ഓടിപ്പോയി ഡ്രസ്സിട്ട് വരുന്നുണ്ട്. അങ്ങനെ ജോഹാനാണെങ്കിൽ നേരെ അവനെയും കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ കൊണ്ടുവന്നത് ഷോപ്പിംഗ് മോളിലോട്ടായിരുന്നു. അങ്ങനെ ജോഹാനാണെങ്കിൽ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നോർത്ത് അല്ല ഇവിടെ എന്താ സംഭവം, എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നോർത്താണെങ്കിൽ ചുറ്റും നോക്കുമ്പോൾ അവിടെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അച്ഛൻ ഫോണിൽ കൂടെ അവൻ എന്ത് നോക്കിയാലും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നോർത്ത് അവൻ ആ ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അതിലേക്ക് നോക്കുന്നതെന്ന് കരുതിയിട്ട് ഉടനെ തന്നെ അവനെയും വിളിച്ച് ആ കടയിൽ കയറിയിട്ട് ആ ഡ്രസ്സൊക്കെ അങ്ങ് വാങ്ങുന്നുണ്ട്. അങ്ങനെ നോർത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ചുറ്റും നോക്കുന്നുണ്ട്. ആ സമയം കടയ്ക്കകത്ത് കയറിയോണ്ട് തന്നെ അവിടെ മൊത്തം ഡ്രസ്സാണല്ലോ, ഇവൻ ഏതൊക്കെ ഡ്രസ്സ് നോക്കുന്നുണ്ട് അതെല്ലാം തന്നെ ജോഹാൻ എടുത്തിട്ട് നോർത്തിനെ കൊണ്ട് അത് ഇട്ട് നോക്കിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം വാങ്ങാൻ എനിക്കാണ്. ആ സമയം നോർത്തിന് ഒരുവിധം കാര്യം മനസ്സിലാവുന്നുണ്ട്.
എന്നാലും മൊത്തത്തിൽ മനസ്സിലാകത്തോണ്ട് തന്നെ അവനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ബാഗിലൊക്കെ അവൻ നോക്കുന്നുണ്ടിട്ട് അതും അവന് വേണമെന്ന് എഴുതിയിട്ട് ജോഹാൻ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴത്തേക്കും കാര്യം മൊത്തത്തിൽ മനസ്സിലായിട്ട് നോർത്ത് എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ആ കടയിൽ ഇവർക്ക് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന സ്റ്റാഫ് ഇനി എന്തെങ്കിലും വേണമെന്ന് വയ്ക്കുമ്പോൾ നോർത്ത് വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജോഹാൻ്റെ അടുത്ത് ഇതാണോ നിൻ്റെ അത്യാവശ്യ കാര്യം, എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ നിനക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചാൽ നിനക്ക് എന്നോട് ദേഷ്യം മാറുമെന്ന് കരുതിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങനെയൊന്നും ദേഷ്യം മാറത്തില്ല എന്ന് പറയുമ്പോൾ അച്ഛനെപ്പോഴും അമ്മയ്ക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാറ്, അപ്പോൾ നിന്നിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ നിൻ്റെ ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ നിൻ്റെ ദേഷ്യം മാറുന്നത് വരെ നിനക്ക് വേണ്ട അത്രയും സാധനങ്ങൾ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരുമെന്ന് ജോഹാൻ പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ജോഹാനാണെങ്കിൽ ആ കടയിലുള്ള എല്ലാ ഡ്രസ്സും നോർത്തിൻ്റെ സൈസിനുള്ളത് എടുത്തോളാനായിട്ട് പറയാണ്. ആ സമയം നോർത്ത് അതൊന്നും വേണ്ട, ഇതെല്ലാം നമ്മളെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും നോക്കുമ്പോൾ അത് പിന്നെ ഈ കടക്കാർക്ക് ഡെലിവറി ഉണ്ട്, അവർ വീട്ടിൽ എത്തിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജോഹാൻ പോയിട്ട് അതിനെല്ലാത്തിനുള്ള ക്യാഷ് അടയ്ക്കുന്നുണ്ട്. ആ സമയം അവിടെ നിൽക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട് ഉടനെ തന്നെ ഈ ഒരു ഡ്രസ്സെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ആക്കാമെന്ന്. അങ്ങനെ ആ കടയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് പറയുന്നുണ്ട് ഇപ്പോൾ വാങ്ങിച്ചെല്ലാം ഭയങ്കര വില കൂടിയ സാധനങ്ങളാണ്, ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന്. ആ സമയം ജോഹാനാണെങ്കിൽ അത് പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് നീ എന്നോട് ക്ഷമിക്കുന്നില്ല, സംസാരിക്കാൻ നോക്കിയിട്ട് നീ ക്ഷമിക്കുന്നില്ല, പിന്നെ വേറെ വഴി കാണാത്തതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇത്രയും വാങ്ങിച്ചിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നോർത്താണെങ്കിൽ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയം അവൻ നിൽക്കുന്ന ആ ഒരു ഡയറക്ഷൻ, അതായത് അവൻ നോക്കുന്ന ഡയറക്ഷനിൽ ഒരു ഷൂ കടയായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ആലോചിക്കുവാണെങ്കിലും അവനത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്ന് കരുതിയിട്ട് ജോഹാൻ നേരെ അവൻ ആ കടയെ കൊണ്ടുപോയിട്ട് അവന് താല്പര്യമില്ലെങ്കിലും 1-2 ഷൂസ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും പുറത്തോട്ട് വരുമ്പോൾ നോർത്ത് പറയുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ദേഷ്യം വരുമെന്ന്. ജോഹാനപ്പോൾ ഇപ്പം നിനക്കിപ്പോൾ ദേഷ്യമില്ലേ, ദേഷ്യമൊക്കെ മാറുമെന്ന് ചോദിച്ചപ്പോൾ നോർത്താണെങ്കിൽ എനിക്കിപ്പോൾ നേരത്തെക്കാളും നല്ല ദേഷ്യമുണ്ട്, എന്നാൽ ഇനി ഇത് കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് പറയുമ്പോൾ ജോഹാനാണെങ്കിൽ പക്ഷേ അച്ഛൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള വഴക്ക് മാറാറുണ്ടെന്ന്. ആ സമയം നോർത്ത് അവിടെ വർക്കാവുമായിരിക്കും, എന്നാൽ ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് വർക്കാവത്തില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് എന്തുകൊണ്ട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ജോഹാൻ ഞാൻ അവരെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരാണെങ്കിൽ ഈ പാവക്കുട്ടിയെല്ലാം മെഷീനിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ആ ഒരു സെക്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർത്താണെങ്കിൽ ഒരു കാര്യം നീ എനിക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് ഒരു പാവ എടുത്താൽ ഞാൻ നിന്നോട് ക്ഷമിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ശരിക്കും ക്ഷമിക്കുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് ക്ഷമിക്കും, പക്ഷേ നീ എനിക്കൊരു കാര്യം പ്രോമിസ് ചെയ്യണം, അതായത് സമയത്തിന് ഫുഡ് കഴിക്കുമെന്നും സമയത്തിന് കിടന്നുറങ്ങുമെന്നും ഒക്കെ. ആ സമയം ജോഹാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെൻഡിങ് മെഷീൻ പാവ എടുക്കാൻ പോകുമ്പോഴത്തേക്കും മുമ്പ് ജോഹാനാണെങ്കിൽ നോർത്തിന് കൊടുത്തിട്ടുള്ള ഇപ്പോഴും നോർത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു താറാവിൻ്റെ പാവക്കുട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ജോഹാനാണെങ്കിൽ ഇതേ സെയിം നിനക്കില്ലേ, വേറെ വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ട ഇത് തന്നെ മതി, അന്ന് നീ എനിക്ക് ഇതുപോലത്തെ ആ പാവ തന്നപ്പോൾ നമുക്ക് പരസ്പരം അറിയത്തില്ലായിരുന്നു, എന്നാൽ ഇന്ന് നമ്മൾ ഒരുമിച്ചല്ലേ ഉള്ളത്, അപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും നീ ഇതേ പാവ തന്നെ എടുത്തിട്ട് തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു മെഷീനിൽ നിന്ന് നോർത്തും ജോഹാനും ഒക്കെ ആ പാവ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എന്നാൽ ജോഹാന് വാശിയായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ഈ പാവ എടുത്ത് നിനക്ക് തന്നേക്കും എന്നുള്ള രീതിയിൽ തന്നെ കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നോർത്താണെങ്കിൽ എനിക്ക് വിശക്കുന്നു പോവാമെന്നും പറഞ്ഞിട്ട് ജോഹാനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജോഹാൻ വരത്തില്ല. അവസാനം നോർത്താനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ജോഹാൻ പറയുന്നുണ്ട് ആ ഒരു മെഷീനോടെ ഞാൻ അങ്ങ് വാങ്ങട്ടെ എന്ന്. എന്നാൽ നോർത്ത് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൂടെ ഒരു കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയിരിക്കുകയാണ്. അപ്പോഴും പക്ഷേ ജോഹാന് ആ ഒരു പാവ എടുക്കണം, എനിക്ക് ആ പാവ നിനക്ക് വേണ്ടിയിട്ട് എടുത്ത് തരണം എന്നുള്ള ഒരു ചിന്ത ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് പോയി എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നോർത്ത് അവിടെ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറഞ്ഞിട്ട് ജോഹാനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ജോഹാൻ പറയുന്നുണ്ട് എനിക്ക് നിനക്ക് ഒരു സാധനം കൂടെ വാങ്ങിച്ചു തരാനുണ്ട്, അത് പക്ഷേ നീ എന്തൊക്കെ സംഭവിച്ചാലും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് നേരെ ഒരു ഇലക്ട്രോണിക്സ് കടയിലോട്ട് പോകണം. ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടർ സംഭവങ്ങളൊക്കെ ഉള്ള കടയിൽ അവിടെ എത്തുമ്പോഴത്തേക്കും നോർത്താണെങ്കിൽ എനിക്ക് പുതിയ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഓൾറെഡി ഒന്നുണ്ടല്ലോ എന്ന് പറയാണ്. എന്നാൽ ജോഹാനാണെങ്കിൽ നോർത്തിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് അത് പിന്നെ പുതിയ ഗെയിമൊക്കെ റിലീസാവുന്നുണ്ട്, നിൻ്റെ കമ്പ്യൂട്ടർ ലാഗാവുന്നല്ലേ പറഞ്ഞത്, അപ്പോൾ വേറൊരു കമ്പ്യൂട്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നോർത്തിൻ്റെ മനസ്സ് മാറിയിട്ട് എന്നാൽ ഓക്കെ പുതിയ കമ്പ്യൂട്ടർ നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ജോഹാനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ട, അത് ഭയങ്കര വില കൂടുതലാണ്, ഞാൻ എൻ്റെ പഴയതിനെ ഉപയോഗിച്ചോളാം, അതെന്തായാലും നന്നായിട്ട് വർക്കാവുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോഹാനാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണെന്ന് കരുതിയിട്ട് നീ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴും നോർത്ത് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്നാൽ ജോഹാനാണെങ്കിൽ ഇനി അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് കമ്പ്യൂട്ടർ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയ കമ്പ്യൂട്ടർ കിട്ടുന്നതിൻ്റെ സന്തോഷം നോർത്തിൻ്റെ മുഖത്ത് നല്ലതുപോലെ ഉണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടർ അവരിപ്പോൾ എടുക്കുന്നില്ല, പിന്നീട് വന്നേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 50% മാത്രമേ ക്യാഷ് അടയ്ക്കുന്നുള്ളൂ. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് നോർത്താണെങ്കിൽ പുതിയ കമ്പ്യൂട്ടർ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷിച്ചാണ് പോകുന്നത്. വീട്ടിലെത്തി കഴിയുമ്പോഴും അവനാണെങ്കിൽ അത് വാങ്ങിച്ചതിൻ്റെ ഒരു ബില്ല് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ജോഹാൻ വന്നിട്ട് ഇനി ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ദേഷ്യമൊന്നുമില്ല, പക്ഷേ നീ സമയത്തിന് ഫുഡൊക്കെ കഴിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നോർത്ത് ഞാൻ കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും
വരുമ്പോഴത്തേക്കും ജോഹാൻ ഞാനും വരുവാണെന്ന് പറഞ്ഞ് പുറകെ പോകുന്നുണ്ട്. നോർത്ത് കൂട്ടുന്നില്ല, എന്നാലും ജോഹാൻ കയറി പോകുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് കുളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ബാട്ടബിൽ ഇരിക്കുന്ന സമയത്ത് നോർത്താണെങ്കിൽ ജോഹാൻ്റെ കയ്യിലെ ടാറ്റു കണ്ടിട്ട് ഇതെപ്പോൾ ചെയ്തതാ, ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതിന് മുമ്പ് ഞാനാണെങ്കിൽ നിന്നെ മറക്കാനായിട്ട് എബ്രോഡൊക്കെ പോയ സമയത്ത് ഞാൻ ചെയ്തൊരു ടാറ്റു ആയിരുന്നു. ഇതിൽ ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റിൽ മാത്രം ജീവിച്ച് പോകുന്നൊരു വ്യക്തി, അങ്ങനെയുള്ളൊരു അർത്ഥം വരുന്ന സെൻറ്റൻസാണ് ഇത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം നോർത്ത് എനിക്കും ടാറ്റു ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്താണ് ടാറ്റു ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ജോഹാനാണെങ്കിൽ നീ ടാറ്റു ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ ഓക്കെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇൻറ്റിമേറ്റ് ആയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു കിസ് ചെയ്യൊക്കെ ചെയ്യാണ്. അതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡിലൂടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.